Welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഏതെങ്കിലും കാരണവശാൽ സ്ട്രക്ക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ ഹാങ് ആയിട്ട് സ്ട്രക്ക് ആയിട്ട് നിൽക്കും. നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രക്ക് ആയിട്ട് നിൽക്കും. നമ്മൾ എന്തൊക്കെ ചെയ്താലും വോളിയം ബട്ടനെ ക്ലിക്ക് ചെയ്താലും പവർ ബട്ടനെ ക്ലിക്ക് ചെയ്താലും ടച്ചിൽ എന്ത് ചെയ്താലും യാതൊരുവിധ വ്യത്യാസവുമില്ല. അങ്ങനെ ഹാങ് ആയി നിൽക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഫോൺ ഹാങ് ആയി നിൽക്കുന്നതിൽ നിന്നും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കോംപ്ലിക്കേഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടിയൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ മുഴുവനായിട്ടും കാണാൻ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ മൊബൈൽ ഏതെങ്കിലും രീതിയിൽ സ്ട്രക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഫോൺ ഹാങ് ആയിട്ട് സ്ട്രക്കായിട്ട് നിൽക്കും. നമ്മൾ പവർ ബട്ടനെ ക്ലിക്ക് ചെയ്താലും ഹോം ബട്ടനെ ക്ലിക്ക് ചെയ്താലും സ്ക്രീനിലൊക്കെ ക്ലിക്ക് ചെയ്താലും ഒന്നും പവർ എന്ത് ചെയ്താലും നമുക്ക് ഒന്നും തന്നെ രക്ഷയില്ല. ഇങ്ങനെ സ്ട്രക്കായിട്ട് തന്നെ നിൽക്കും. അങ്ങനത്തെ സാഹചര്യം നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്, മൊബൈലിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോഴത്തേക്കും ഫോൺ ഓഫാകും. ഫോൺ ഓഫായ ശേഷം വീണ്ടും നമ്മൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് ഫോൺ ഓണാക്കിയെടുക്കും. ഇതേപോലെ നമ്മൾ വീണ്ടും ഫോൺ ഓണാക്കിയെടുക്കും. പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മൾ ഫോൺ ഓണാക്കി ഫോൺ ഓണായി വരുമ്പോഴത്തേക്കും ആ ഒരു ഹാങ്ങിങ് സ്ട്രക്കൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കും. എന്നാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു ഇൻബിൽറ്റ് ബാറ്ററി ഉള്ള ഒരു ഫോണാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാധാരണ ഒരു ഫോണാണെങ്കിൽ ബാറ്ററി കവർ ഇളക്കിയതിന് ശേഷം ബാറ്ററി റിമൂവ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഹാങ്ങിങ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്കിങ് ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ ഇൻപുട്ട് ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് കവർ ഇളക്കാനോ ബാറ്ററി റിമൂവ് ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോൺ എപ്പോൾ ഓഫായി ഓൺ ആവണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ഫോൺ ബാറ്ററി തീർന്നിട്ട് ഓഫായിട്ട് നമ്മൾ വീണ്ടും ചാർജ് കുത്തി ഓണാക്കിയൊക്കെ എടുക്കണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് വരും. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ ഫോണിൻ്റെ ഈ ഒരു ഹാങ്ങിങ് ഒഴിവാക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഒഴിവാക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊരു ഇൻബിൽറ്റ് ബാറ്ററി ഉള്ളൊരു ഫോണാണ്, ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. ഞാനിവിടെ സ്ക്രീനിലൊക്കെ ടച്ച് ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല. പവർ ബട്ടനെ ക്ലിക്ക് ചെയ്തു ഒരു രക്ഷയില്ല, വോളിയം ബട്ടനെ ക്ലിക്ക് ചെയ്ത് രക്ഷയില്ല, ഹോം ബട്ടനെ ക്ലിക്ക് ചെയ്തു ഒരു രക്ഷയില്ല. അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് ഫോണാണ് നിങ്ങൾ ചെയ്യേണ്ടത്, വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ, വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ പവർ ബട്ടൺ, ഈ 3 ബട്ടണും ഒന്നിച്ച് ഒരേ സമയം ഒരു 10 സെക്കൻഡ് ഒന്നിച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഓഫായി ഓൺ ആവുന്നതായിരിക്കും. ഫോൺ റീസ്റ്റാർട്ടായി വരും. റീസ്റ്റാർട്ടായി വരുമ്പോഴത്തേക്കും അവർ ഹാങ്ങിങ് ഒക്കെ ഒഴിവായി ആ സ്ട്രക്കൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ തന്നെ ഫോൺ വർക്കായി തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഹാങ് ആയിരിക്കുന്ന ഫോണുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളുടെ പഴയ ഫോണിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബാറ്ററി റിമൂവ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഫോണിന് റീബൂട്ടായി അല്ലെങ്കിൽ റീസ്റ്റാർട്ടാക്കി എടുക്കാൻ ബാറ്ററി റിമൂവ് ചെയ്യുന്ന ഫോണിനും റിമൂവ് ചെയ്യാത്ത ഫോണിനും 2 ടൈപ്പ് ഫോണുകൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ഡൗൺലോഡിംഗ് മോഡിലേക്കോ അല്ലെങ്കിൽ റിക്കവറി മോഡിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ബൂട്ട് മോഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുകൂടി ഞാനിപ്പോൾ പറഞ്ഞുതരാം. ബൈ ചാൻസ് ചിലപ്പോൾ മാത്രമേ അങ്ങനെ പോവുകയുള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ ഡൗൺലോഡിംഗ് മോഡിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ പവർ ബട്ടൺ ഈ 3 ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്താൽ മതി, ഫോൺ ഓൺ ആയിക്കോളും. അല്ല നിങ്ങളുടെ ഫോൺ റിക്കവറി മോഡിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ റീബൂട്ട് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നോക്കുക, റീബൂട്ട് നൗ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. റീബൂട്ട് നൗ എന്നോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരിക്കലും റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. റീബൂട്ട് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ, റീബൂട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്തത്. നിങ്ങളുടെ ഫോൺ ഓഫായി ഓൺ ആയിക്കോളും. ഓക്കെ, അല്ല നിങ്ങളുടെ ഫോൺ ഒരു വാർണിംഗ് മോഡിലേക്കാണ് പോകുന്നതെങ്കിൽ, ചിലപ്പോൾ സാംസങ് ഫോണൊക്കെ വാർണിംഗ് മോഡിലേക്ക് പോകും. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും വോളിയം ഡൗൺ ബട്ടൺ റീസ്റ്റാർട്ട് എന്ന് പറയാം. റീസ്റ്റാർട്ട് വോളിയം ഡൗൺ ബട്ടൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വോളിയം ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫോൺ റീബൂട്ടായി അല്ലെങ്കിൽ റീസ്റ്റാർട്ടായി വന്നോളും. നിങ്ങൾ അത് ചെയ്യുക. അല്ല ഫാസ്റ്റ് ബൂട്ട് മോഡിലേക്കാണ് നിങ്ങളുടെ ഫോൺ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ പവർ ബട്ടൺ ഒരു 5-10 സെക്കൻഡ് നിങ്ങൾ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ റീസ്റ്റാർട്ട് ആയിക്കോളും. ഓക്കെ, ഇത്രയും കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.